ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഒരു ഫുഡാണ് ഉണ്ടാക്കുന്നത്. അതായത് പുഡിംഗ് എന്ന് പറയും. നമ്മൾ മിൽക്കും മുട്ടയും പഞ്ചസാരയും വെച്ച് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് ബിസ്ക്കറ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും. ബിസ്ക്കറ്റ് മാത്രം കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാം കൂടി ചേർത്ത് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണ്. ഇതാണ് പുഡിംഗ് എന്ന് പറയുന്നത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. മിൽക്ക്, ബിസ്ക്കറ്റ്, മുട്ട, വാനില എസൻസ്, പിന്നെ പഞ്ചസാര. അപ്പോൾ ഇപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ മുട്ടയും പഞ്ചസാരയും ഷുഗറും നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. കൂടാതെ ഷുഗറിനെ നമുക്കൊരു ജസ്റ്റ് ഒരു സിറപ്പ് പോലെ ഒന്ന് ആക്കിയെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറിലൊന്ന് ഗ്യാസിൽ വെച്ചൊന്ന് ആക്കിയെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഷുഗർ ഇട്ടിട്ട്, അതായത് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തൊന്ന് ഒരു ഗോൾഡൻ കളറ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഒരു 2 സ്പൂൺ ഷുഗർ എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്നൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഈ പരുവ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ബാലൻസ് മിക്സ്ചേഴ്സ് ഒഴിച്ചിട്ട് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഈ പാത്രം ഇങ്ങനെ ഒന്ന് വയ്ക്കുക. ബാക്കി നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മൾ സെറ്റാക്കാൻ ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി നമ്മൾ മുട്ടയും പഞ്ചസാരയും അതായത് ഈ ഇരിക്കുന്ന എല്ലാ ഐറ്റംസ് ബിസ്ക്കറ്റ്, മുട്ട, പഞ്ചസാര, പാല്, വാനില എസൻസ് ഇതെല്ലാം നമ്മൾ മിക്സിയിലോട്ട് ജാറിലോട്ട് നമ്മൾ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഇതുപോലെ മിക്സിയിൽ 2 മുട്ട ഇട്ടിട്ടുണ്ട്. നമ്മൾ മിൽക്ക് ഒഴിക്കുക. അങ്ങനെ 1 ഗ്ലാസ് മിൽക്ക്. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക. പിന്നെ നമ്മൾ കുറച്ച് വാനില എസൻസ് കൂടി ഒഴിക്കുക. ഇതൊന്നും നമുക്ക് അടിച്ചെടുക്കാം. ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ സിറപ്പാക്കിയ ആ പാത്രത്തിൽ തന്നെ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. അല്ലാണ്ട് അരിപ്പ ഇല്ലാണ്ടും തന്നെ നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഓക്കെ, ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടി നമ്മൾ ഒഴിച്ച് വെച്ച മിക്സ്ചറും ആ പാത്രം ഇതിൻ്റെ പുറത്തുകൂടി വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. ആ പാത്രം വെച്ചിട്ട് ഗ്ലാസ് ഉള്ള ലിഡ് വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും, അതായത് ആവിയിലാണ് വേകേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ കവർ ചെയ്യണം. ഇതുപോലെയാണ്. എൻ്റെ കയ്യിലൊരു ഗ്ലാസിൻ്റെ ലിഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പാത്രത്തിന് പൊക്കം ആയതുകൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാട്ടോ, നമുക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ ബൂസ്റ്റ് പൗഡറിൽ ചോക്ലേറ്റ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തുകൂടിയൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചിട്ട് പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്യണം, തണുക്കണം കേട്ടോ. അപ്പോഴാണ് കഴിക്കാൻ നല്ല സുഖം. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പുഡിംഗ് റെഡി. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലായിരുന്നല്ലോ, അത് നമ്മൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ എൻ്റെ സൈഡ് ഇങ്ങനെയൊന്ന് ഇളക്കിയിട്ട്, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ സൈഡ് നന്നായിട്ട് പതുക്കി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് കൊട്ടുക. അപ്പോൾ അതിങ്ങനെ ഇളകി വന്നേക്കും. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് ചെറിയൊരു തണുത്താൽ കുറച്ചുകൂടി ഒന്ന് സെറ്റാകും. ഇങ്ങനെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഡെക്കറേഷൻസൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കതും ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡിയാണ്.
ഇതിൻ്റെ അകംഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്താലോ? നോക്കിക്കേ, നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, കഴിച്ചു നോക്കുക. ഇവിടെ ഒരു കൊച്ചുണ്ട്, അപ്പോൾ കുട്ടിയോടി വരുമ്പോൾ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് എന്താ ടേസ്റ്റ് എന്നറിയാം. അപ്പോൾ എല്ലാവരും ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ചേർക്കാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ചേർക്കുമ്പോൾ എല്ലാ ഭാഗവും നല്ല വെള്ളയായിട്ടിരിക്കും. അങ്ങനെ പല മോഡലിൽ ചേർക്കാം. നമുക്ക് ചോക്ലേറ്റൊക്കെ ഇട്ട് നല്ല ഡെക്കറേഷൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക. താങ്ക് യു. ഇതെന്ത് സാധനമാണ്? പുട്ടിങ്. കണ്ണനെ മുറിച്ച് തരട്ടെ? Oh, what is this? I like it. I want to. കൊള്ളാവോ? മിക്സറും കൂടിയായിട്ട് കഴിച്ചോ. ഇഷ്ടമായോ? സൂപ്പറാണോ? എന്ത് സാധനം കഴിക്കുന്നത്? കുക്കിംഗ് അല്ല, പുട്ടിങ്. ഇത് നോക്കിക്കേ, നമ്മുടെ പുട്ടിങ് ഇവിടെ നല്ലൊരു മിക്സറൊക്കെ നട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണനും അതുപോലെ തന്നെ കഴിക്കുവാണ്. ഓക്കെ, ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാം, എപ്പോഴും വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഉണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവരും കഴിക്കുക.